ഹലോ എവ്രി വൺ. അപ്പൊ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന പൊല്യൂഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ത്രെട്ടനിങ്. ഹസാർഡ്സ് മീൻസ് എന്താണ്, ത്രെട്ടനിങ്സും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഫസ്റ്റ് എന്താണ് environmental degradation. Environmental degradation is the disintegration of the earth or deterioration of environment through depletion of resources of such air, water, soil and the reduction of wildlife. എന്ന് പറഞ്ഞാൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാച്ചുറൽ എൻവയോൺമെന്റ് എന്ത് ചെയ്യാണ്, ഹ്യൂമൻ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സോ കാരണം ഡിപ്ലീഷൻ സംഭവിക്കുക. റിസോഴ്സസിന് ഇപ്പൊ അതുപോലെ തന്നെ എയർ, വാട്ടർ, സോയിൽ ഇതിനൊക്കെ എന്ത് സംഭവിക്കുക, ഡിപ്ലീഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോവുക അല്ലെങ്കിൽ നശിച്ചു പോവുക എന്നാണ് ഈ ഉദ്ദേശം. അല്ലെങ്കിൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഡാമേജ് എക്കോസിസ്റ്റം. ഇതാണ് എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ. എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് വെച്ചിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സ് വെച്ചിട്ട് എന്ത് സംഭവിക്കുകയാണ്, അവിടെ ഡിപ്ലീഷൻ സംഭവിക്കുകയാണ്. റിസോഴ്സസിന് എയർ, വാട്ടർ, സോയിലിനൊക്കെ എന്ത് സംഭവിക്കുകയാണ്, ഡിപ്ലീഷൻ സംഭവിക്കുക. അതുപോലെ തന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഡാമേജ് ടു എക്കോസിസ്റ്റം. It is characterized as any change or disturbance to the environment preserved to be deleterious or undesirable. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ഒന്നുകിൽ ചേഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയിട്ടോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റ് ഡീഗ്രഡേഷന് കണക്കാക്കുന്നത്. ഇറ്റ് occurs when earth's natural resources are depleted and environment is compromised in the form of extinction of species, pollution in air, water, soil, rapid growth in population. എന്ന് പറഞ്ഞാൽ അതിനിപ്പോ അവിടെ എർത്തിന് നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിപ്ലീഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻവയോൺമെന്റ് എന്ത് ചെയ്യും, കോംപ്രമൈസ് ആയിട്ട് ആ ഒരു എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീസീസ് ആയിട്ട് നിൽക്കും. പൊല്യൂഷൻ ഓഫ് എയറിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ അത് ഇതാവാൻ നിൽക്കോ ഇല്ല. വാട്ടർ ആയാലും സോയിൽ ആയാലും ഒക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ അതിന്റെ റീസൺസ് ആണ്. അതുപോലെ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഇതിനൊരു ഇതാണ്. ഇപ്പൊ നമുക്ക് അതുപോലെ മേജർ കോസ് ഓഫ് എൻവയോൺമെന്റ് ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡീഫോറസ്റ്റേഷൻ, പിന്നെ പൊല്യൂഷൻ, ഓവർ പോപ്പുലേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഓവർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അഗ്രികൾച്ചർ പ്രാക്ടീസ്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ ചോദിച്ചാൽ അഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, കൺസർവേഷൻ ഓഫ് റിസോഴ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് ഡീഗ്രേഷൻ. അതിൽ രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്, എൻവയോൺമെന്റ് പൊല്യൂഷനും ഹസാർഡ് ഇവന്റ്സും. അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റ് ഡീഗ്രേഷൻ ക്ലാസിഫൈ ചെയ്തതിന് കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവറിംഗ് ഓഫ് എൻവയോൺമെന്റ് ക്വാളിറ്റി. എൻവയോൺമെന്റ് ക്വാളിറ്റി എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. അങ്ങനെയാണ് ഇത് കാറ്റഗറൈസ്ഡ് ചെയ്തിട്ടുള്ളത്, എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്നും ഹസാർഡ് ഇവന്റ്സ് എന്നും. ഓക്കെ, ഫസ്റ്റ് എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്താണ്, എൻവയോൺമെന്റ് പൊല്യൂഷൻ ഈസ് ആൻ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ physical, chemical and biological characteristics of air, water, soil that may harmful effect of life or create a potential health hazard or living organism. എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അത് ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം, എന്തും ആവട്ടെ. എയറിന്റെയും വാട്ടറിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അത് ഫിസിക്കലോ കെമിക്കലോ ഏത് ക്യാരക്ടറിസ്റ്റിക്സും ആവട്ടെ, അതെന്ത് ചെയ്യാണ്, അതിന് ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാണ്. ആർക്ക് എഫക്ട് ചെയ്യാണ്, ദ ലൈഫ്, നമ്മുടെ മനുഷ്യ ലിവിങ് ഓർഗാനിസത്തിന്റെ ലൈഫിന് അത് എന്ത് ചെയ്യാണ്, എഫക്ട് ചെയ്യണം. അത് വലിയൊരു ഹസാർഡ് ആയിട്ട് പറയാണ്. പൊല്യൂഷൻ ഈസ് ദസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ചേഞ്ച് ഇൻ എനി കോമ്പണന്റ് ഓഫ് ബയോസ്ഫിയർ ദാറ്റ് ഈസ് ഹാർംഫുൾ ടു ലിവിങ് ഓർഗാനിസം. പൊല്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ചേഞ്ച് ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എൻവയോൺമെന്റിൽ ഡയറക്റ്റ് ചേഞ്ച് ആയാലും വേണ്ടിയില്ല, ഇൻഡയറക്റ്റ് ചേഞ്ച് ആയാലും വേണ്ട, നമ്മളെ ബയോസ്ഫിയറിന് അത് ഹാർംഫുൾ ആണോ, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം മാൻസിൽ ഹാർംഫുൾ ആണോ, അത് പൊല്യൂട്ടഡ് ആണ്. ഇറ്റ് എഫക്ട്സ് അഡ്വൈസ്ലി ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്, കൾച്ചർ, നാച്ചുറൽ റിസോഴ്സ്. ഇത് എങ്ങനെയാണ് കൂടുന്നത്, ഒന്ന് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ്. ഇപ്പൊ നമ്മൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ, അവിടെ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എല്ലാം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെയാണ് എന്ത്, അതിന്റെ ചേഞ്ചസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തെന്താണ്, ഹസാർഡ് ഇവന്റ്സ്. ഹസാർഡ് ഇവന്റ് സഡൻ ഓർ ഗ്രാജുവൽ നാച്ചുറൽ ഓർ ഹ്യൂമൻ മെയിൻ ഇവന്റ് ദാറ്റ് കോസ് ഹാം ടു പീപ്പിൾ, പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെന്റ്. നമ്മുടെ പ്രോപ്പർട്ടീനെയോ അല്ലെങ്കിൽ നമ്മുടെ പീപ്പിളിനെയോ എന്ത് ചെയ്യാണ്, എൻവയോൺമെന്റ് ഹാം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹസാർഡ്. ഒരു ത്രെട്ടനിങ് പോലെ. നാച്ചുറൽ പ്രോസസ് വിച്ച് ബ്രിങ് ഇമീഡിയറ്റ് അഡ്വൈസ് ചേഞ്ച് ഇൻ എൻവയോൺമെന്റ് ഓർ ഡാം ആൻഡ് ലോസ് ഓഫ് ക്വാളിറ്റി ഓഫ് എക്സിസ്റ്റ് ലിവിംഗ് ഓർഗാനിസം നോൺ ഹസാർഡ്സ് ഓർ പെട്ടെന്ന് ഉണ്ടാവുന്ന ലോസ് ഓഫ് ക്വാളിറ്റി ഓഫ് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ലിവിംഗ് ഓർഗാനിസത്തിന് എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യും. അതാണ് ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നാച്ചുറൽ ഹസാർഡും പിന്നെ എന്താണ് മാൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്. നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഹസാർഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, നാച്ചുറൽ ഹസാർഡ്. ഇപ്പൊ എർത്ത് ക്വേക്സ്, വോൾക്കാനോ, ലാൻഡ് സൈഡ്, സുനാമി, ഇതൊക്കെ എന്താ സംഭവിക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള ഹസാർഡ്സ് ആണ്. ഓക്കെ, പിന്നെന്താണ്, നാച്ചുറൽ ഹസാർഡ്സ് ആർ ഡിഫൈൻഡ് എൻവയോൺമെന്റ് ഫിനോമിന ദാറ്റ് ഹാവ് പൊട്ടൻഷ്യൽ ടു ഇമ്പാക്ട് സൊസൈറ്റീസ് ആൻഡ് ഹ്യൂമൻ എൻവയോൺമെന്റ്.
നമ്മുടെ സൊസൈറ്റിനെയും നമ്മുടെ ഹ്യൂമൻ എൻവയോൺമെന്റിനെയും ഇമ്പാക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നാച്ചുറൽ ഹാസാർഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എർത്ത് ക്വേക്ക് ഒക്കെ അല്ലെ, ഫ്ലഡ്, ഡ്രോട്ട്, അതുപോലെ പെസ്റ്റ് അറ്റാക്സ്, ഇൻസെറ്റീവ് സ്പീഷീസ്, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇല്ലാണ്ട് തന്നെ വരുന്ന കുറച്ച് ഡിസാസ്റ്റേഴ്സ് ആണ് നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് ടൈപ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഒന്ന് ടെറസ്ട്രിയൽ ഹസാർഡ്സും ഒന്ന് അറ്റ്മോസ്ഫിയറിക് ഹസാർഡ്സും. ടെറസ്ട്രിയൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡിന് ഉണ്ടാവുന്ന നാച്ചുറൽ ഹസാർഡ് ദാറ്റ് ഓർഗനൈറ്റ് ഓൺ ലാൻഡ്, ഒന്നെങ്കിൽ എർത്ത് സർഫസ് അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റിൽ. ഓക്കെ, ടെറസ്ട്രിയൽ ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ലാൻഡിൽ ഉണ്ടാവുന്ന ഒരു ഹസാർഡാണ്, ഒന്നെങ്കിൽ എർത്തിന്റെ സർഫേസിൽ അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റിൽ. മൈക്കോസിലി ജിയോളജിക്കൽ ജോമോഗ്രഫിക്കൽ പ്രോസസ്സ്, ജിയോളജിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആ പ്രോസസ്സ് നടക്കുന്നത്. It includes those extreme events which are caused by endogamic force and that evolve with. Some terrestrial hazards are volcanic eruption, earthquakes, landslides. നമ്മൾ പറഞ്ഞ പോലെ വോൾക്കാനിക് ഇറപ്ഷനും കാര്യങ്ങളൊക്കെയാണ് എന്തുള്ളത് ടെറസ്ട്രിയൽ ഹാസാർഡ്സിലുള്ളത് അല്ലെ. പിന്നെ എന്തൊക്കെയാണ്, സോയിൽ ഇറേഷൻ ഒക്കെ എന്താണ് ഒരു ടെറസ്ട്രിയൽ ഹാസാർഡ്സ് ആണ് അല്ലെ. ആ ലാൻഡ് ബേസ്ഡ് ആണ് നമ്മൾ പറഞ്ഞു, എർത്ത് ഇതൊക്കെയാണ് പറഞ്ഞു അല്ലെ. അടുത്ത എന്താണ് അറ്റ്മോസ്ഫിയറിക് ഹസാർഡ്. അറ്റ്മോസ്ഫിയറിക് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, they are normally related to weather and climate extreme condition which are caused by atmosphere process or force which generate with the atmosphere. അറ്റ്മോസ്ഫിയറിക് ഹസാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെതറിനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിനായിട്ടോ കണ്ടീഷനുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് അറ്റ്മോസ്ഫിയറിക് ഹസാർഡ് എന്ന് പറയും. അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അബ്നോർമൽ ഓർ ഇൻഫ്രീക്വന്റ് ഇവന്റ്സും കമ്മ്യൂട്ടേറ്റീവ് അറ്റ്മോസ്ഫിയറിക് ഇവന്റ്സും. അബ്നോർമൽ ഓർ ഇൻഫ്രീക്വന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലോണ്, ലൈറ്റ്നിങ്, ഫയർ, ഇതാണ് അബ്നോർമൽ ആയിട്ട് നമ്മൾ ഇൻഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്നത്, നമ്മൾ അറിയാണ്ടുണ്ടാവുന്നത്. കമ്മ്യൂട്ടേറ്റീവ് അറ്റ്മോസ്ഫിയർ, ഫ്ലഡ്, ഡ്രോട്ട്, ഇതൊക്കെയാണ് എന്ത് വരുന്നത് കമ്മ്യൂളേറ്റീവ് ഹസാർഡ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നാച്ചുറൽ ഹസാർഡ്സ് ആ പറയുന്നത്. നാച്ചുറൽ ഹസാർഡ്സിൽ നമ്മൾ ഇതുവരെ നേരം എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ പറയുന്നത് മാൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് ആണ്. മാൻ ഇൻഡ്യൂസ്ഡ് ചെയ്തിട്ടുള്ള ഹസാർഡ്സ് ഏതൊക്കെയാണ്? ഹസാർഡ് വിച്ച് കോസ് ഡാമേജ് to the environment by the human activities are called man-induced hazard, which falls under three categories. നമ്മുടെ ഹ്യൂമൻസിന്റെ ആക്ടിവിറ്റീസ് കാരണം എൻവയോൺമെന്റ് എന്ത് ചെയ്യാണ്, ഡാമേജ് ചെയ്യാണ് അല്ലെ. അതിനാണ് എന്ത് വിളിക്കുന്നത്, മാൻ ഇൻഡ്യൂസ്ഡ് ഹസാർഡ് എന്ന് വിളിക്കുന്നത്. അത് ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്. ഫിസിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ എർത്ത് ക്വേക്സും ലാൻഡ് സൈഡും സോയിൽ ഇറോഷനും ഒക്കെ, ഇതൊക്കെ ഒരു ഇത് പരിധി വരെ നമ്മൾ കാരണം തന്നെയാണ് എർത്ത് ക്വേക്സും ലാൻഡ് സൈഡും ഒക്കെ സംഭവിക്കുന്നത്. ഈ കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ സച്ച് എസ് ടോക്സിക് കെമിക്കൽസ്, പോയിസണസ് ഗ്യാസ്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, ടാങ്കേഴ്സ് ലീക്കേജ് ഇൻ ടു ഓഷ്യൻ, ലീക്കേജ് ഓഫ് ഗ്യാസ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ഏതൊരു കപ്പല് വന്നുകൊണ്ടിരിക്കുമ്പോ എന്തോ ഓയിലോ എന്തോ ഒരു മാരകമായ സാധനം കടലിൽ വീണ് അല്ലെ, അപ്പൊ അത് പൊല്യൂട്ടഡ് ആയിട്ട് കത്തി എന്നൊക്കെ കേട്ടില്ല. അതാണ് എന്ത് കെമിക്കൽ ഹസാർഡിൽ നമ്മൾ പറയുന്നത്. ലീക്കേജ് സംഭവിക്കുക, കപ്പലൊക്കെ പറഞ്ഞ് ലീക്കേജ് സംഭവിക്കുന്നൊക്കെയാണ് എന്ത് കെമിക്കൽ ഹസാർഡിൽ നമ്മൾ പറയുന്നത്. ഇനി സോഷ്യൽ ഹസാർഡ് എന്താണ്? such as population explosion, downfall in moral and religious value, use of chemical and biological weapons during wars, construction of multi-story buildings. എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ നമ്മുടെ മോറലും റിലീജിയസ് വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ബയോളജിക്കൽ വെപ്പൺസ് ഒക്കെ ഈ വാസിനൊക്കെ അതുപോലെ കൺസ്ട്രക്ഷനൊക്കെ ബയോളജിക്കൽ വെപ്പൺസ് യൂസ് ചെയ്യുന്നത് അതൊക്കെ എന്താണ് ഒരു സോഷ്യൽ ഹസാർഡ് ആയിട്ടാണ് മാറുന്നത്. അടുത്ത എൻവയോൺമെന്റൽ പൊല്യൂഷൻ തന്നെ. പൊല്യൂഷൻ ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് കണ്ടാമിനൻസ് ഇൻ ടു natural environment cause adverse chance. Pollution is an undesirable change in the physical, chemical, biological characteristic of air. എയറിനാണെങ്കിലും ലാൻഡിനാണെങ്കിലും വാട്ടറിലൊക്കെ അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്താണ് അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് വരാം. അത് മാത്രമല്ല അത് എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഹ്യൂമൻ ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇൻഡസ്ട്രിയൽ പ്രോസസ് ആയിട്ടോ അല്ലെങ്കിൽ ലിവിങ് കണ്ടീഷനോ കൾച്ചറൽ. ഇൻ അതർ വേർഡ്സ് പൊല്യൂഷൻ ഈസ് ആൻ അൺഫേവറബിൾ ആൾട്ടറേഷൻ ഓഫ് അവർ എൻവയോൺമെന്റ് വിച്ച് ഈസ് റിസൾട്ടന്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി. ഹ്യൂമൻ ആക്ടിവിറ്റീസിൽ ഉണ്ടാവുന്ന എന്ത് ചെയ്യാണ് അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് പൊല്യൂഷൻ. നമുക്ക് വേറൊരു തരത്തിൽ പറയാൻ പറ്റും. ദസ് പൊല്യൂഷൻ ഈസ് ദ റിലീസ് ഓഫ് ഓറിജിൻ സബ്സ്റ്റൻസ് വിത്ത് ഹയർ പെർമിഷബിൾ ലിമിറ്റ്സ് ഇൻ ദ എൻവയോൺമെന്റ്. എവറി ഹ്യൂമൻ സൊസൈറ്റി ഡിസ്പോസ് സർട്ടൻ കൈൻഡ്സ് ഓഫ് ബൈ പ്രൊഡക്ട്സ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് അല്ലെ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ അവിടെയും ഇവിടെയൊക്കെ എന്തിടുന്നുണ്ടടാ, വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ വെൻ ദിസ് പ്രോസസ് ഇൻജെക്ട് ടു ദ ബയോസ്ഫിയർ ദേ അഫക്ട് നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ. നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ എന്താണ് നമ്മുടെ ബയോസ്ഫിയറിലാണ്. ഇതൊക്കെ നമ്മൾ ബയോസ്ഫിയറിൽ ഇൻജെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഫങ്ഷനിങ് എക്കോസിസ്റ്റത്തിന് എന്ത് ചെയ്യുമ്പോഴേക്കും അവിടെ നിർത്തും. അത് പ്ലാന്റ്സിനും ആനിമൽസ് ഹ്യൂമൻ ബീങ്സിനും ഒക്കെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യും. ദിസ് പ്രോഡക്ട്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് പൊല്യൂട്ടൻസ്. ഇതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും, പൊല്യൂട്ടൻസ് എന്ന് വിളിക്കും. പൊല്യൂട്ടൻ ഈസ് എ കൺസേൺ ഓൺ റോങ് എമൗണ്ട് അറ്റ് ദ റോങ് പ്ലേസ് അറ്റ് ദ റോങ് ടൈം. ഒരു റോങ് ടൈമിൽ റോങ് പ്ലേസിൽ റോങ് എമൗണ്ട് ആയിട്ട് വരുന്ന സാധനത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൊല്യൂട്ടൻസ് എന്ന് വിളിക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് ആണ്. ഏതൊക്കെ ടൈപ്സ് ഉള്ളത് എന്നാ.
ഒന്ന് നാച്ചുറൽ പൊള്യൂട്ടൻസ്, സിന്തറ്റിക്, പിന്നെ എന്താണ് നോൺ ഡിസൈറബിൾ പൊള്യൂട്ടൻസ്, ബയോഡിഗ്രേഡബിൾ. നാച്ചുറൽ പൊള്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും, സിന്തറ്റിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് പെസ്റ്റിസൈഡും ഡിറ്റർജൻസും ഒക്കെ അല്ലെ, നമ്മൾ ചെടിക്കൊക്കെ കൊടുക്കുന്ന പെസ്റ്റിസൈഡ് ഒക്കെ സിന്തറ്റിക് ആയിട്ട്. നോൺ ഡിഗ്രേഡബിൾ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്, ഗ്ലാസ് ഒക്കെയാണ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഡിഗ്രേഡബിൾ ആവില്ല, അത് ഭയങ്കര ഹാർംഫുൾ ആണ്. ബയോഡിഗ്രേഡബിൾ പൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും, മണ്ണിൽ അലിഞ്ഞു പോകും അല്ലെ. അത് ഒരു ടൈപ്പ് ഓഫ് പൊല്യൂട്ടന്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലാൻഡ് ആൻഡ് സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ അല്ലെ, എയർ പൊല്യൂഷൻ, പിന്നെ എന്തൊക്കെയാണ്, വാട്ടർ പൊല്യൂഷൻ, മറൈൻ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, ന്യൂക്ലിയർ. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എമിഷൻ ഓഫ് സ്മോക്ക്, ഗ്യാസ് ഡ്യൂ ടു ഫ്രം ഇൻഡസ്ട്രീസ്, വെഹിക്കിൾ, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കത്തിക്കുകയാണെങ്കിൽ അല്ലെ, അതൊക്കെയാണ് എയർ പൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ ഗ്യാസ് ലീക്കേജ്, അതൊക്കെ എന്താണ്, എമിഷൻ ഓഫ് സ്മോക്ക്, ഗ്യാസ്, ഇതൊക്കെ എയർ പൊല്യൂഷൻ. ഈ വാട്ടർ പൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സീവേജിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റും പ്ലാസ്റ്റിക് ഒക്കെ എങ്ങോട്ട് ഇടുകയാണ്, ഓഷ്യനിലും ലേക്കിലും റിവറിലും ഒക്കെ കൊണ്ടുപോയിടാണ്, അതാണ് വാട്ടർ പൊല്യൂഷൻ ആവുകയാണ്. സോയിൽ പൊല്യൂഷൻ നമ്മൾ പറഞ്ഞ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസേഴ്സ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, അതിന്റെ വിളക്കൂറുള്ള മണ്ണൊക്കെ ഒലിച്ചു പോകും അല്ലെ, അതാണ് എന്ത്, സോയിൽ പൊല്യൂഷൻ. ഇനി എന്താ നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രം വെഹിക്കിൾസ്, ഇൻഡസ്ട്രീസ്, ലൗഡ് സ്പീക്കേഴ്സ്, ഇവിടെ നിന്നൊക്കെ വരുന്നതാണ് എന്ത്, നോയിസ് പൊല്യൂഷൻ. പിന്നെ ന്യൂക്ലിയർ തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞല്ലോ അല്ലെ, ഫ്രം ന്യൂക്ലിയർ പ്ലാന്റ്സ്, പവർ സ്റ്റേഷൻസ്, ഇതൊക്കെയാണ് എന്ത്, പൊല്യൂഷൻ, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആയിട്ട് വരുന്നത്. ഇനി അത് ഓരോന്നോരോന്നായി പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ് സോയിൽ പൊല്യൂഷൻ, നമ്മൾ എന്താ പറഞ്ഞത്, എർത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ഈ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുകയാണ്, അവിടുത്തെ വിളക്കൂറുള്ള മണ്ണൊക്കെ പോവാണ്, അതാണ് ലാൻഡ് ഓർ സോയിൽ സോയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ ഏജൻസി റെസ്പോൺസിബിൾ സോയിൽ പൊല്യൂഷൻ ഏതൊക്കെയാണ്? ഡിഗ്രേഡബിൾ പൊല്യൂട്ട്സും ഉണ്ട്, നോൺ ഡിഗ്രേഡബിൾ പൊല്യൂട്ട്സ് ഉണ്ട്. ഡിഗ്രേഡ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് സേവ്, നമ്മുടെ വേസ്റ്റ് ഓക്കെ അല്ലെ, ഡൊമസ്റ്റിക് സേവേജ് കുഡ് ബി റിക്സൈഡ് ത്രൂ നാച്ചുറൽ ആർട്ടിഫിഷ്യൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് മെക്കാനിസം. ഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ കിച്ചൺ വേസ്റ്റും അതുപോലെ ലീവ്സ്, ഇതൊക്കെയാണ് ഡിഗ്രേഡബിൾ. നോൺ ഡിഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ അലുമിനിയം കാൻസ്, സെറാമിക്സ്, അതൊക്കെ എന്ത് ചെയ്യാണ്, മണ്ണിൽ ഒരിക്കലും അലിയൂല, അതാണ് എന്ത്, ഏജൻസ് റെസ്പോൺസിബിൾ ഫോർ സോയിൽ പൊല്യൂഷൻ. എഫക്റ്റ് ഓഫ് ലാൻഡ് ഓഫ് സോയിൽ പൊല്യൂഷൻ. ഇനി ഇത് ഉണ്ടായ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, എന്താണ്, നമുക്ക് അഗ്രികൾച്ചർ പ്രോസസ്സും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫെർട്ടിലിറ്റി എന്ത് ചെയ്യും, അവിടെ കുറയും. പിന്നെ എൻ്റയർ ഫുഡ് ചെയിനിലും ഫുഡ് വെബിലും എന്ത് സംഭവിക്കും, ഈ ബയോളജിക്കൽ എക്കോസിസ്റ്റമിനെ ഇത് എഫക്ട് ചെയ്യും. പിന്നെ സോയിൽ കണ്ടന്റ് ഓഫ് സോയിൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി. സോയിൽ എന്ത് ചെയ്യും, സോൾട്ടിന്റെ കണ്ടന്റ് ഒക്കെ കൂടിയിട്ട് അവിടെ പ്രൊഡക്ടിവിറ്റി കുറയും. ദ പി എച്ച് ലെവൽ ഓഫ് സോയിൽ ഈസ് ഓൾട്ടർഡ് ബൈ സം ടോക്സിക് കെമിക്കൽ ബിക്കോസ് ഓഫ് ആസിഡ് റെയിൻ അല്ലെ. ഇതും എന്ത് സംഭവിക്കും, പ്ലാന്റിന്റെ ഗ്രോത്തിനും കാര്യങ്ങളൊക്കെ സംഭവിക്കും. എക്സസീവ് നമ്മൾ പറഞ്ഞ ഫെർട്ടിലൈസേഴ്സും റെഡ്യൂസ് നാച്ചുറൽ ബാക്ടീരിയ പോപ്പുലേഷൻ ഇൻ സോയിൽ, സോയിൽ ഉണ്ടാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള ബാക്ടീരിയസിനും കൂടി എന്ത് ചെയ്യാണ്, നമ്മൾ കൊല്ലുകയാണ് അല്ലെ. അതൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, സോയിൽ പൊല്യൂഷൻ ആയിട്ട് സംഭവിക്കും. ടോക്സിക് ഫുഡ്, നമുക്ക് ഫുഡ് ഒന്നും കിട്ടാണ്ടാവും, കാരണം അഗ്രികൾച്ചർ നടന്നില്ലെങ്കിൽ. കൺട്രോൾ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ പൊല്യൂഷൻ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും? യൂസ് ബയോ മാനേഴ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിട്ടൈനിങ് നാച്ചുറൽ അഗ്രികൾച്ചർ. നമ്മൾ ഈ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും വലിയ കുഴപ്പമില്ല, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളമായിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ടുള്ള ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ എന്ത് വരും. പിന്നെന്താ, ലാൻഡ് ഫില്ലിംഗ്, ലാൻഡ് എന്ത് ചെയ്യാണ്, അഗ്രികൾച്ചർ പ്രോപ്പർട്ടീസിനൊക്കെ എന്ത് ചെയ്യും, യൂസ് ചെയ്യാം. വെർമി കൾച്ചർ ഈസ് എ ബയോടെക്നിക് ക്രിയേറ്റിംഗ് എർത്ത് വോം കൺവേർട്ട് ബയോഡിഗ്രേഡബിൾ സോളിഡ് വേസ്റ്റ് ഇൻ ടു കോമ്പോസ്റ്റ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ വേസ്റ്റ് മാനേജ്മെന്റ്, ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് എന്ത് ചെയ്യാണ്, കമ്പോസ്റ്റ് ആക്കി മാറ്റുക അല്ലെ, വളമാക്കി മാറ്റുകയാണ്, വേസ്റ്റ് ഒക്കെ കൂട്ടിക്കൂട്ടി കമ്പോസ്റ്റ് ആക്കി, അതെന്ത് ചെയ്യും, സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടും. ഓക്കെ. അടുത്തത് എന്താണ്, പബ്ലിക് അവയർനെസ്സും ഇതിലും കൊടുക്കുക അല്ലെ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഫോറസ്റ്റേഷൻ പ്ലാന്റ് ഓഫ് വുഡ് ഇൻക്രീസ് ദ കോസ് ഓഫ് സോയിൽ പൊല്യൂഷൻ. നമ്മൾ ഈ ചെരുവിൻ കുന്നിലൊക്കെ എന്ത് ചെയ്യാണ്, പ്ലാന്റ്സിനെ നട്ടാല് ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് തടയാൻ സമ്മതിക്കും, സോയിൽ പൊല്യൂഷൻ ഇതാക്കാൻ പറ്റും. അടുത്ത എന്താണ്, എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ഈസ് ഡിഫൈൻസ് അക്രൻസ് ഓഫ് ഫോർജിൻ പാർട്ടിക്കിൾസ് ഓർ ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വിച്ച് ആർ ഹാർംഫുൾ ടു മാൻ, വെജിറ്റേറിയൻ ആനിമൽസ്, ബിൽഡിങ്സ് അല്ലെ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എയറും ഡസ്റ്റും സ്മോക്കും ഒക്കെ എന്ത് ചെയ്യാണ്, എയറിനെ പൊല്യൂട്ട് ചെയ്യാൻ. അതിൽ നാച്ചുറൽ സോഴ്സസും ഉണ്ട്, മാൻ മെയ്ഡും ഉണ്ട്. നാച്ചുറൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് ഫ്രം നാച്ചുറൽ, മീത്തേൻ എമിറ്റഡ് ഫുഡ് ബൈ അനിമൽസ്. അനിമൽസിന്റെ ഫുഡിന്റെ ഡൈജഷനിലാണ് എന്ത് സംഭവിക്കുന്നത്, മീറ്റ്, അതെന്ത് ചെയ്യാണ്, വലിയ കുഴപ്പമില്ല. ഓക്കെ. അടുത്ത എന്താണ്, റാഡിയൻ ഗ്യാസ് ഫ്രം റേഡിയോ ആക്റ്റീവ് ഡീകെ വിത്തിൻ ദ എർത്ത് ക്രസ്റ്റ്. ഓക്കെ. പിന്നെന്താണ്, സ്മോക്ക് ആൻഡ് കാർബൺ മോണോക്സൈഡ് ഫ്രം വൈൽഡ് ഫയർസ്, വോൾക്കാനിക് ആക്ടിവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എന്ത്, നാച്ചുറൽ സോഴ്സ് ഓഫ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, മാൻമെയ്ഡ് സോഴ്സസ്. മാൻമെയ്ഡ് സോഴ്സസ് എന്തൊക്കെയാണ്? സ്റ്റേഷനറി സോഴ്സസ്, സ്മോക്ക് ടാക്സ്, പവർ പ്ലാന്റ്സ്, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്, മുനിസിപ്പൽ വേസ്റ്റ്, ഇൻഡസ്ട്രി, മൊബൈൽ സോഴ്സ്, മോട്ടോർ വെഹിക്കിൾസിന്റെ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ മൊബൈൽസിനാണെങ്കിലും ഈ മോട്ടോർ വെഹിക്കിൾസിന്, ഇതിനൊക്കെ എന്താണ്, വേസ്റ്റസ് ഉണ്ട്.
അല്ലെ? അതിനൊക്കെ പുക ഉയരുന്നുണ്ട്. ഇപ്പൊ ഈ കുറെ കാലം ഓടി വെഹിക്കിളിനൊക്കെ എന്താ പൊല്യൂഷൻ എന്തിനാ ചെക്ക് ചെയ്യുന്നത്? അത് നമ്മൾ എന്ത് ചെയ്യാണ്? എയറിനെ പൊല്യൂട്ട് ചെയ്യാണ്. അല്ലെ? പിന്നെ ഈ കണ്ടെയ്നേഴ്സ്, ഷിപ്സ്, ക്രൂസ് ഇതിനൊക്കെ എന്ത് ചെയ്യാണ്? അൺവാണ്ടഡ് ആയിട്ടുള്ള എയേഴ്സ് പോവാ. അങ്ങനെ എന്ത് ചെയ്യാണ്? എയർ പൊല്യൂട്ട് ചെയ്യാണ് അല്ലെ? എയർ പൊല്യൂഷൻ ക്യാൻ ബി ക്ലാസിഫൈ ചെയ്ത് പ്രൈമറി ഓർ സെക്കൻഡറി. നമുക്ക് എയർ പൊല്യൂഷനെ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Primary air pollutants are the substance directly produced by process such as form of volcanic eruption or the carbon monoxide gas from the motor vehicle. ഇപ്പൊ വോൾക്കാനിക് എറപ്ഷൻ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് മോട്ടോർ വെഹിക്കിൾ എന്നൊക്കെ ഉണ്ടാവുന്നതാണ് ഇത് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആയിട്ട് നമ്മൾ ഇതാക്കുക. ഇപ്പൊ കാർബൺ കോമ്പൗണ്ട്സ്, സൾഫർ കോമ്പൗണ്ട്, നൈട്രജൻ കോമ്പൗണ്ട്സ്, ഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോ കാർബൺ, മെറ്റൽസ് ഇതൊക്കെയാണ് എന്ത് പ്രൈമറി ആയിട്ട്. സെക്കൻഡറി ആയിട്ട് എന്താണ് ഈ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ആയിട്ട് ഇതാക്കുന്നത്. ഇനി എഫക്ട്സ് ഓഫ് എയർ, ഇനി എന്താ എയർ പൊല്യൂഷൻ ഉണ്ടായ എന്ത് സംഭവിക്കും? നമുക്ക് നല്ല വായു കിട്ടുമോ? ഇല്ല. നമ്മുടെ ജീവനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഗ്ലോബൽ വാർമിങ്ങിന് അത് ഇതാക്കും. അതുപോലെ ആസിഡ് റെയിനും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാവും. ഓക്കെ, ഓക്സിജൻ ഓഫ് നൈട്രോജൻ ഫ്ലൂയിഡ് റെഡ്യൂസ് ക്രോപ്പ് ഈൽഡ്. അതുപോലെ തന്നെ ക്രോപ്പ് ഈൽഡിന് എന്ത് സംഭവിക്കും? എന്താ പറയാ, ഈ അഗ്രികൾച്ചറും കാര്യങ്ങൾക്കൊക്കെ അത് സംഭവിക്കും. നമ്മുടെ പ്ലാന്റ്സിനും കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ 3CO2 ഡിഫ്യൂസ് ഇൻ ടു ബ്ലഡ് സ്ട്രീം ആൻഡ് റെഡ്യൂസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഇങ്ങനത്തെ ഹാംഫുൾ ആയിട്ടുള്ള ഈ കെമിക്കൽസ് ആയിട്ടുള്ള പൊല്യൂഷൻസ് ആയിട്ടുള്ള എയർ ഒക്കെ നമ്മൾ ശ്വസിക്കുകയാണ്. നമ്മളെ ബ്ലഡ് സ്ട്രീമിലോട്ട് പോയിട്ട് എന്ത് സംഭവിക്കും? ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് അവിടെ കുറയും. ഓക്കെ, CO ഡാമേജ് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനൊക്കെ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് നശിപ്പിക്കും. കോട്ടൺ ഡസ്റ്റ് റെസ്പിറേറ്ററി ഡിസോർഡർ സച്ച് ബയോഫിക് ആൻഡ് ആസ്മയും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ നമ്മൾ ഓസോൺ കോസസ് ഡ്രൈനെസ് സംഭവിക്കും. അല്ലെ? ഐ വിഷനും കാര്യങ്ങളും ഹെഡേക്ക് ഒക്കെ സംഭവിക്കും. ഓസോൺ ഹാസ് ബീൻ റിപ്പോർട്ട് ടു പ്രൊഡ്യൂസ് കൊമേഴ്സ്യൽ അബ്രേഷ്യസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. കുറെ പോയിന്റ്സ് ഉണ്ട്, ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എഴുതാം, ആസിഡ് റെയിൻ എഴുതാം, ക്യാൻസർ എഴുതാൻ പറ്റും, കഫിങ് അല്ലെ, വൊമിറ്റിംഗ്, ഹെഡ് ആയിക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് സംഭവിക്കും? എഫക്ട് ഓഫ് എയർ പൊല്യൂഷൻ. ഇനി ഇതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ടേക്ക് മേജർ സ്റ്റെപ്സ് ടു കൺട്രോൾ എയർ പൊല്യൂഷൻ. ഇപ്പൊ ഞാൻ പറയുന്നത് ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ രാജ്യത്ത് ഇപ്പോ പഴയ വണ്ടികളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്? മാറ്റണം. ഇത്ര ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാ? എയർ പൊല്യൂഷൻ അവിടുന്ന് വരുന്ന പുക ശ്വസിച്ചിട്ട് എയർ പൊല്യൂട്ട്. ഇപ്പൊ CNG മാറ്റണം എന്നൊക്കെ ആൾക്കാർ. അതൊക്കെ എന്താണ്? ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ത് ചെയ്യാണ്? ഒരു വലിയൊരു സ്റ്റെപ്സ് എടുക്കുകയാണ്. വേൾഡ് വൈഡ് ക്യാമ്പയിനിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്യണം? സിഗരറ്റ് അതുപോലെ പബ്ലിക് സ്പേസിലൊക്കെ സിഗരറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു വേൾഡ് വൈഡ് ക്യാമ്പയിൻ കൊണ്ടുവരണം. യൂസ് ഗുഡ് ക്വാളിറ്റി ഓഫ് ഓട്ടോമൊബൈൽ ഫ്യൂൽസ് വിത്തൗട്ട് അൾട്രേഷൻ വിത്ത് റെഡ്യൂസ്. അതുപോലെ നല്ല ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യാം. പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യുന്ന നല്ല ഇത് യൂസ് ചെയ്യാം. നോൺ കമ്പസ്റ്റബിൾ സോഴ്സ് ഓഫ് എനർജി ഷുഡ് ബി ഡെവലപ്ഡ്. ഫാക്ടറീസ് ആൻഡ് കെമിക്കൽസ് ഷുഡ് ബി ടോൾ ഇൻ റെഡ്യൂസ് ദ റേറ്റ് ഓഫ്. ഈ ഫാക്ടറീസ് നിന്ന് കെമിക്കൽസ് എന്നൊക്കെ കമ്പനീസ് എന്നൊക്കെ എന്താണ് ഇഷ്ടം പോലെ പുകൾ പുറത്താണ്. അത് ടോൾ ആക്കി മാറ്റിയിട്ട് എന്താ റെഡ്യൂസ് ചെയ്യാം. പൊല്യൂട്ടൻസ് എന്ത് ചെയ്യാണ്? റെഡ്യൂസ്. പിന്നെ അവയർനെസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.